ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴമേറിയ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂതിത്തിൻ്റെ പുസ്തകമാണ് നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ യൂതിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നാം വിശദമായി കാണുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ 11-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയം യൂതിത്ത് എന്ന ഹെബ്രായ സ്ത്രീ ഹോളോഫർണസ് എന്ന പുകൾപെറ്റ അസീറിയൻ സൈന്യാധിപൻ്റെ താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവളുടെ ഉള്ളിൽ വ്യക്തമായ ചില പദ്ധതികളുണ്ട്. പക്ഷേ തൻ്റെ വ്യക്തമായ പദ്ധതികൾ എന്ത് എന്നത് മറച്ചു വെച്ചുകൊണ്ട് അസീറിയൻ സൈന്യത്തിൻ്റെ താവളത്തിലേക്ക് കടന്നു ചെന്ന് സർവ്വസൈന്യാധിപനായ ഹോളോഫർണസിൻ്റെയും അനുചരന്മാരുടെയും മുൻപിൽ അവൾ മറ്റൊരു പദ്ധതിയെക്കുറിച്ച് പറയുന്നു. ആ പദ്ധതി അനുസരിച്ച് ഒരു തുള്ളി രക്തം ചിന്താതെ ബത്തൂലിയ നഗരത്തെയും അതിലെ നിവാസികളെയും എപ്രകാരമാണ് ഹോളോഫർണസിനും അദ്ദേഹത്തിൻ്റെ സൈന്യനിരയ്ക്കും കീഴ്പ്പെടുത്താൻ സാധിക്കുക എന്ന കാര്യമാണ് അവൾ പറയുന്നത്. അവളുടെ സൗന്ദര്യം, വാക്ചാതുര്യം, ഇതിലെല്ലാം വലിയ സന്തുഷ്ടി പ്രകടിപ്പിക്കുന്ന ഹോളോഫർണസിൻ്റെയും കൂട്ടാളികളുടെയും പ്രതികരണമാണ് ഇനിയുള്ള വചനഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. യൂതിത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. ഹോളോഫർണസും സേവകന്മാരും അവളുടെ വാക്കുകളിൽ പ്രീതി പൂണ്ടു. അവളുടെ ജ്ഞാനത്തിൽ ആശ്ചര്യം കൊള്ളുകയും ചെയ്തു. അവർ പറഞ്ഞു, ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അന്വേഷിച്ചാലും സൗന്ദര്യത്തിലും ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള ചാതുര്യത്തിലും ഇതുപോലെ ശ്രേഷ്ഠയായ ഒരുവളെ കണ്ടെത്തുകയില്ല. ഹോളോഫർണസ് അവളോട് പറഞ്ഞു, ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകാനും എൻ്റെ യജമാനനെ അവഹേളിക്കുന്നവർക്ക് നാശം വരുത്താനും നിന്നെ നിൻ്റെ ജനത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി ഉത്തമം തന്നെ. നീ കാഴ്ചയിൽ സുന്ദരിയാണെന്ന് മാത്രമല്ല, ഭാഷണ ചാതുര്യം ഉള്ളവളുമാണ്. നീ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പക്ഷം നിൻ്റെ ദൈവം എൻ്റെ ദൈവം ആയിരിക്കും. നീ നെബൂഖദ്നേസറിൻ്റെ കൊട്ടാരത്തിൽ വസിക്കുകയും ലോക പ്രശസ്തയാവുകയും ചെയ്യും. സൈന്യാധിപനായ ഹോളോഫർണസും പരിവാരങ്ങളും യൂതിത്തിൻ്റെ അധരത്തിൻ്റെ വ്യാജത്താൽ വീണുപോവുകയാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് അവർ വീണുപോയത് എന്ന് തിരുവചനം പറയുന്നു. ഒന്ന്, ആരെയും മയക്കുന്ന യൂതിത്തിൻ്റെ സൗന്ദര്യം. 2, ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള യൂതിത്തിൻ്റെ ചാതുര്യം. ഈ 2 കാര്യങ്ങൾ യൂതിത്തിനുണ്ടായിരുന്നു എന്നത് ഹോളോഫർണസിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഹോളോഫർണസ് പറയുന്ന കാര്യം ഇതാണ്: സൗന്ദര്യത്തിലും ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള ചാതുര്യത്തിലും ഇതുപോലെ ശ്രേഷ്ഠയായ ഒരുവളെ കണ്ടെത്തുകയില്ല എന്നാണ് അവർ പറയുന്നത്. ജ്ഞാനത്തിലും ചാതുര്യത്തോടെ സംസാരിക്കാനുള്ള അവളുടെ പാടവത്തിലും മതിമറന്ന ഹോളോഫർണസ് അവളോട് പറയുന്നു, ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകാനും
എൻ്റെ യജമാനനെ അവഹേളിക്കുന്നവർക്ക് നാശം വരുത്താനും നിന്നെ നിൻ്റെ ജനത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി ഉത്തമം തന്നെ. നീ കാഴ്ചയിൽ സുന്ദരിയാണെന്ന് മാത്രമല്ല ഭാഷണ ചാതുര്യം ഉള്ളവളുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ യുദ്ധവീരനും യുദ്ധതന്ത്രജ്ഞനുമായ ഹോളോഫർണസ് ശത്രുപക്ഷത്ത് നിന്ന് തൻ്റെ താവളത്തിലേക്ക് വന്ന ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് അവരുടെ വാക്കുകൾ കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് സ്വന്തം പാളയത്തിൽ അവൾക്ക് ഇടം നൽകുകയാണ്. ഇത് അയാളുടെയും അയാളുടെ സൈന്യത്തിൻ്റെയും വലിയ വീഴ്ചയ്ക്ക് നിദാനമാകുന്നു. അടുത്തതായി നമുക്ക് 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 12-ാം അധ്യായത്തിൽ ഹോളോഫർണസ് എന്ന സർവ്വസൈന്യാധിപൻ്റെ അതിഥിയായി മാറുന്ന യൂദിത്തിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അഭയാർത്ഥി എന്ന വേഷത്തിൽ ഭാവത്തിൽ കടന്നു വന്നവൾ ഹോളോഫർണസിൻ്റെ താവളത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടാരത്തിൽ അതിഥിയായിത്തീരുന്ന രംഗമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ അധ്യായത്തിൽ യൂദിത്ത് ഒരുക്കിയ കെണിയിൽ ഹോളോഫർണസ് എന്ന സ്ത്രീലമ്പടൻ വീണ് കഴിഞ്ഞ സംഭവം നമുക്ക് വായിക്കാം. അഭയാർത്ഥിയായി എത്തിയവൾ ഇതാ അതിഥിയാകുന്നു. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ഹോളോഫർണസ് യുദ്ധതന്ത്രങ്ങളെല്ലാം മറക്കുകയാണ്. ആസന്നമായ അപായം തൊട്ടു മുമ്പിൽ നിന്നിട്ടും അത് കാണാൻ അയാൾക്കോ സഹചരന്മാർക്കോ സാധിക്കുന്നില്ല. ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം നമുക്കൊന്ന് പരിശോധിക്കാം. 12-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമാണ്. 4 ഭാഗങ്ങളായി നമുക്ക് ഈ അധ്യായത്തെ തിരിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ യൂദിത്തിൻ്റെ പഞ്ചദിന പദ്ധതിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ യൂദിത്ത് പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന പ്രാർത്ഥനയുടെ 3 രാത്രികളെക്കുറിച്ചാണ് പറയുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗത്ത് ഒരു 4-ാം ദിനത്തെക്കുറിച്ച് പറയുന്നു. യൂദിത്തിന് ഹോളോഫർണസിൻ്റെ കൂടാരത്തിൽ വിരുന്നിന് ക്ഷണം ലഭിക്കുന്ന 4-ാം ദിനത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ ആസക്തിയും വീഞ്ഞും ഹോളോഫർണസിനെ കീഴ്പ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. ആസക്തിയും വീഞ്ഞും ഹോളോഫർണസും തമ്മിലുള്ള വീഴ്ചയുടെ ആ പുതിയ തലത്തിലേക്ക് നമ്മളെ ഈ ഭാഗം കൊണ്ടുപോകുന്നു. നമുക്ക് ഈ അധ്യായം വായിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കാം. ഈ സമയം സാധിക്കുമെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം വിശുദ്ധ ഗ്രന്ഥമൊന്ന് കയ്യിലെടുക്കുക. യൂദിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. യൂദിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. വെള്ളിപ്പാത്രങ്ങൾ വച്ചിരിക്കുന്ന മുറിയിലേക്ക് അവളെ നയിക്കാൻ അവൻ അവരോട് ആജ്ഞാപിച്ചു. തൻ്റെ ഭക്ഷണ വിഭവങ്ങളിൽ ചിലതുകൊണ്ട് അവൾക്ക് വിരുന്നൊരുക്കാനും തൻ്റെ വീഞ്ഞ് പകർന്നു കൊടുക്കാനും അവൻ കൽപ്പിച്ചു. അപ്പോൾ യൂദിത്ത് പറഞ്ഞു, എനിക്കത് ഭക്ഷിച്ചുകൂടാ, അത് നിയമവിരുദ്ധമാണ്. എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഉണ്ട്. ഹോളോഫർണസ് പ്രതിവചിച്ചു, നിന്റെ പക്കൽ ഉള്ളത് തീരുമ്പോൾ ഞങ്ങൾ അത് എവിടെ നിന്ന് കൊണ്ടുവരും? നിന്റെ ജനത്തിൽ ആരും ഇവിടെയില്ലല്ലോ. യൂദിത്ത് പറഞ്ഞു, നാഥ, നിന്റെ ജീവനാണേ, കർത്താവിൻ്റെ കരത്താൽ നിർവഹിക്കാൻ ഉറച്ചത് ചെയ്യും വരെ നിന്റെ ദാസിയുടെ കൈവശമുള്ള സാധനങ്ങൾ തീരുകയില്ല. യൂദിത്തിൻ്റെ പഞ്ചദിന പദ്ധതിയെക്കുറിച്ചാണ് സത്യത്തിൽ ഈ വാക്കുകൾ നമ്മളോട് പറയുന്നത്.
എന്താണിതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായി തന്നെ ഹോളോഫർണസ് തൻ്റെ സേവകന്മാരോട് കൽപ്പിക്കുകയാണ്, തൻ്റെ വെള്ളിപ്പാത്രങ്ങൾ വച്ചിരിക്കുന്ന മുറിയിലേക്ക് യൂദിത്തിനെ നയിക്കുക. ഹോളോഫർണസിൻ്റെ വെള്ളിപ്പാത്രങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിൽ, അഥവാ വളരെ പ്രധാനപ്പെട്ട ഒരു മുറിയിൽ യൂദിത്തിന് താമസ സ്ഥലം ഒരുങ്ങുകയാണ്. വിലപിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കുന്ന മുറി. അവിടെ അവൾക്ക് രാജകീയമായ ഭക്ഷ്യവസ്തുക്കൾ പ്രദാനം ചെയ്യപ്പെടുന്നു. പക്ഷേ യൂദിത്ത് അവ നിരസിക്കുകയാണ്. തൻ്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നിയമവിരുദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാൻ സാധിക്കുകയില്ല എന്ന് യൂദിത്ത് അറിയിക്കുകയാണ്. പകരം താൻ ബത്തൂലിയ വിടുമ്പോൾ കൂടെ കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവൾ ഹോളോഫർണസിനോട് അഭ്യർത്ഥിക്കുന്നു. അവളുടെ അഭ്യർത്ഥന സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് വായിക്കുമ്പോൾ തീർച്ചയായും ബാബിലോൺ പ്രവാസകാലത്ത് ദാനിയേൽ പ്രവാചകനും കൂട്ടുകാരും വിജാതീയരുടെ ഭക്ഷണം ഒഴിവാക്കിയ സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരും. അവിടെ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കൊട്ടാരത്തിൽ ഉള്ള രാജകീയമായ ഭക്ഷണം അവർക്ക് നൽകപ്പെട്ടപ്പോൾ ദാനിയേലും കൂട്ടരും പറഞ്ഞു, ഞങ്ങൾ പച്ചക്കറി കഴിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം. അങ്ങനെ തങ്ങളുടെ മതം അനുശാസിക്കുന്ന തരത്തിൽ ഭക്ഷണത്തിൽ ശ്രദ്ധ പുലർത്തുവാൻ, ശുദ്ധി പുലർത്തുവാൻ ദാനിയേലും കൂട്ടരും ശ്രദ്ധ വയ്ക്കുന്നതിനെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഇവിടെ യൂദിത്ത് വളരെ ധൈര്യപൂർവ്വം തൻ്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സർവ്വസൈന്യാധിപനായ ഹോളോഫർണസിനോട് പറയുന്നു, ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊള്ളാം, നിങ്ങളുടെ ഭക്ഷണമോ വീഞ്ഞോ എനിക്ക് ആവശ്യമില്ല എന്ന്. യൂദിത്ത് കൂടെ കരുതിയിട്ടുള്ള ഭക്ഷണം അത് തീരുമ്പോൾ പിന്നെ എന്തു ചെയ്യും എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് യൂദിത്ത് പറയുന്ന വാക്കുകൾക്ക് ദ്വയാർത്ഥമുള്ളതായി, രണ്ട് അർത്ഥതലങ്ങളുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ആ വാക്കുകൾ ഇതാണ്. യൂദിത്ത് പറഞ്ഞു, നാഥ നിന്റെ ജീവനാണേ, കർത്താവ് എൻ്റെ കരത്താൽ നിർവഹിക്കാൻ ഉറച്ചത് ചെയ്യും വരെ നിന്റെ ദാസിയുടെ കൈവശമുള്ള സാധനങ്ങൾ തീരുകയില്ല. ഈ വാക്യം വായിക്കുമ്പോൾ വായനക്കാരായ നമുക്ക് യൂദിത്തിൻ്റെ കരങ്ങൾ വഴി അത്ഭുതകരമാം വിധം ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി ഇടപെടുന്ന സമയം ആണ് യൂദിത്ത് സൂചിപ്പിക്കുന്നത് എന്ന് അനുമാനിക്കാൻ സാധിക്കും. യൂദിത്തിൻ്റെ കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ തീരും മുൻപേ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിൻ്റെ വിജയത്തിന് വേണ്ടി യൂദിത്തിലൂടെ ഇടപെടും എന്ന വിശ്വാസമാണ് വായനക്കാരായ നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നാൽ ഇതേ വാക്കുകൾ കേൾക്കുന്ന ഹോളോഫർണസും അനുചരന്മാരും ബത്തൂലിയക്കാർക്കുമേൽ അവർ നേടാനിരിക്കുന്ന ഏകപക്ഷീയമായ യുദ്ധവിജയത്തെക്കുറിച്ചാണ് യൂദിത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള രണ്ട് തലങ്ങളിൽ അർത്ഥങ്ങളുള്ള ദ്വയാർത്ഥങ്ങളുള്ള പ്രയോഗങ്ങൾ പ്രത്യേകിച്ചും യൂദിത്തിൻ്റെ പുസ്തകത്തിൽ ഹോളോഫർണസുമായുള്ള സംഭാഷണത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയും നമ്മളത് കാണുന്നതാണ്. യൂദിത്ത് ബത്തൂലിയ നഗരാധിപനുമായി സംസാരിക്കുന്ന സമയത്ത് ബത്തൂലിയ നഗരാധിപനായ ഉസിയ 5 ദിവസങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ കണ്ടതാണ് 7-ാം അധ്യായത്തിൻ്റെ 30-31 തിരുവചനങ്ങൾ. അവിടെ ബത്തൂലിയയിലെ ജനം മുഴുവൻ നഗരാധിപൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, പട്ടിണി കൊണ്ടിതാ ഞങ്ങൾ മടുക്കുന്നു,
കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലുമില്ല. നമ്മുടെ വെള്ളത്തിൻ്റെ ഉറവിടങ്ങളായ എല്ലാ സ്ഥലങ്ങളെയും നദികളെയും അരുവികളെയും ഒക്കെ ഉപരോധത്തിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വാടിത്തളരുന്നു, യുവാക്കൾ ബോധം കെട്ട് നിലത്ത് വീഴുന്നു, വെള്ളമില്ലാതെ മരണം മുൻപിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അസീറിയക്കാരുടെ മുൻപിൽ ചെന്ന് അവരുടെ ദയ അപേക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിൽ കീഴടങ്ങിയതായി പ്രഖ്യാപിക്കണം എന്ന് ഉസിയ എന്ന നഗരാധിപനോട് ബത്തൂലിയ നിവാസികൾ പറയുമ്പോൾ ഉസിയ അവരോട് പറയുന്ന കാര്യം ഇപ്രകാരമാണ്. അതാണ് നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 30-31 തിരുവചനങ്ങളിൽ വായിക്കുന്നത്. അവിടെ അവൻ പറയുന്നു, എൻ്റെ സഹോദരന്മാരെ ധൈര്യമായിരിക്കുവിൻ, 5 ദിവസം കൂടി പിടിച്ചു നിൽക്കാം. ശ്രദ്ധിക്കുക, 5 ദിവസങ്ങളാണ് ആവശ്യപ്പെടുന്നത്. 5 ദിവസം കൂടി പിടിച്ചു നിൽക്കാം. അതിനു മുൻപ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ കൃപ വീണ്ടും നമ്മുടെ മേൽ ചൊരിയും. അവിടുന്ന് നമ്മെ നിശേഷം കൈവിടുകയില്ല. എന്നാൽ ഈ ദിനങ്ങൾ ഒരു സഹായവും ലഭിക്കാതെ കടന്നുപോയാൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. 5 ദിനങ്ങൾ ജനങ്ങളോട് ഉസിയ എന്ന നഗരാധിപൻ ചോദിക്കുകയാണ്. ഉസിയ പ്രതീക്ഷിക്കുന്നത് ഈ 5 ദിനങ്ങൾക്കുള്ളിൽ ശക്തമായി ദൈവമായ കർത്താവ് ഇടപെടും, വലിയ മഴ ഉണ്ടാകും. അങ്ങനെ മഴവെള്ളം ധാരാളമായി ലഭിക്കുന്നതോടെ വെള്ളത്തെക്കുറിച്ചുള്ള പ്രശ്നം അവസാനിക്കും എന്ന അർത്ഥത്തിലാണ്. ഏതായാലും ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി 5 ദിനങ്ങൾ കൂടി കാത്തു നിൽക്കാൻ നഗരാധിപനായ ഉസിയ ജനത്തോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ആ സമയം മുതൽ യൂദത്തിന് ലഭിക്കുന്നത് 5 ദിനങ്ങളാണ്. 8-ാം അധ്യായത്തിലെ 32-33 തിരുവചനങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ യൂദിത്ത് നഗരാധിപനോടൊക്കെ പറയുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. യൂദിത്ത് അവരോട് പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, നമ്മുടെ ഭാവി തലമുറകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. ഇന്ന് രാത്രി നിങ്ങൾ നഗര കവാടത്തിങ്കൽ നിൽക്കുവിൻ. ഞാൻ എൻ്റെ ദാസിയുമായി പുറത്തു പോകും. നഗരം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാമെന്ന് ജനത്തോട് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ആ ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കും. അപ്പോൾ യൂദിത്ത് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന കാര്യം ഇതാണ്: 5 ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് യൂദിത്തിൻ്റെ കരങ്ങൾ കൊണ്ട് ഈ ഇസ്രായേൽ ജനത്തെ പൂർണ്ണമായി രക്ഷിക്കും. അപ്പോൾ ഉസിയ ജനത്തിന് വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയം 5 ദിവസമാണ്. യൂദിത്ത് നഗരാധിപനായ ഉസിയായോടും മറ്റുള്ളവരോടും പറയുന്ന ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കാനായി ആവശ്യപ്പെടുന്ന സമയം 5 ദിവസമാണ്. ഈ 5 ദിവസങ്ങൾക്കുള്ള ഭക്ഷണമാണ് യൂദിത്ത് കയ്യിൽ കരുതിയിരിക്കുന്നത്. യൂദിത്തിനറിയാം, ഈ 5 ദിവസങ്ങൾക്കുള്ളിൽ ദൈവം ശക്തമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഹോളോ ഫർണസിൻ്റെ കൂടാരത്തിലെത്തിയിരിക്കുന്ന യൂദിത്തിന് മരണം ഉറപ്പാണ്. യൂദിത്തിൻ്റെ ഇടപെടലിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ബത്തൂലിയ നിവാസികളെല്ലാം ഹോളോ ഫർണസിന് കീഴ്പ്പെടുകയും അതുവഴി അത് വലിയ അപമാനത്തിന് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ ഇസ്രായേൽ ജനം ഹോളോ ഫർണസിന് കീഴടങ്ങാൻ ബാക്കിയുള്ള 5 ദിവസങ്ങളാണ് തൻ്റെ പദ്ധതി നടത്തിയെടുക്കാനായി യൂദിത്തിന് ലഭ്യമാവുന്നത്. ഒരു 5 ദിന പദ്ധതിയാണ് യൂദിത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിനാൽ 5 ദിവസങ്ങളിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളുമായാണ് യൂദിത്ത് ശത്രുപാളയത്തിലെത്തിയത്. 5 ദിവസങ്ങളിലേക്കുള്ള ഭക്ഷണം തൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് യൂദിത്ത് ഹോളോ ഫർണസിനോട് പറഞ്ഞത്, എൻ്റെ കൈവശമുള്ള ഭക്ഷ്യവസ്തുക്കൾ ദൈവമായ കർത്താവിൻ്റെ ആ പദ്ധതി പൂർത്തിയാകും വരെ തീരുകയില്ല എന്ന്. അടുത്തതായി 12-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗത്ത് ഈ 5 ദിവസങ്ങളിലെ ബാക്കിയുള്ള 3 ദിവസങ്ങൾ യൂദിത്ത് പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. 5-ാം ദിവസം ഓൾറെഡി 5 ദിവസങ്ങൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. 3 ദിവസത്തെ പ്രാർത്ഥന, 4-ാം ദിനം
വളരെ പ്രത്യേകമായ ഒരു വിരുന്നിലേക്ക് യൂദത്തിനെ ക്ഷണിപ്പിക്കുന്നു. 5-ാം ദിനത്തിൽ കർത്താവ് ഇടപെടുന്ന വാർത്ത ബത്തൂലിയക്കാരറിയുന്നു. അങ്ങനെയാണ് ഈ 5 ദിവസങ്ങൾ വരുന്നത്. നമുക്ക് യൂദത്ത് പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന 3 ദിനങ്ങളെക്കുറിച്ച് പറയുന്ന വചനഭാഗം ഒന്ന് വായിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അനന്തരം ഹോളോഫർണസിൻ്റെ ഭൃത്യന്മാർ അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. അർദ്ധരാത്രി വരെ അവൾ ഉറങ്ങി. പ്രഭാതത്തിന് മുമ്പ് അവൾ ഉണർന്നു. ഹോളോഫർണസിൻ്റെ അടുത്തേക്ക് ആളെ അയച്ച് അവൾ അപേക്ഷിച്ചു, നിന്റെ ദാസി പുറത്തുപോയി പ്രാർത്ഥിക്കുന്നതിന് കൽപ്പിച്ച് അനുവദിക്കണം. അവളെ തടയരുത് എന്ന് ഹോളോഫർണസ് കാവൽഭടന്മാർക്ക് കൽപ്പന നൽകി. അവൾ 3 ദിവസം പാളയത്തിൽ പാർക്കുകയും രാത്രിതോറും ബത്തൂലിയ താഴ്വരയിൽ പോയി പാളയത്തിലെ അരുവിയിൽ കുളിക്കുകയും ചെയ്തു. അരുവിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൾ സ്വജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് മാർഗം കാണിച്ചു തരണമേ എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു പോന്നു. അങ്ങനെ സംശുദ്ധയായി അവൾ കൂടാരത്തിലേക്ക് മടങ്ങുകയും അത്താഴം കഴിയുന്നതുവരെ അവിടെ തങ്ങുകയും ചെയ്തു. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് യൂദത്തിന് അനുവദിക്കപ്പെട്ട സ്വാതന്ത്ര്യം അവരുടെ പ്രാർത്ഥനയുടെ കാര്യത്തിലും ലഭിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹോളോഫർണസിൻ്റെ താവളത്തിൽ കൂടാരത്തിൽ താമസിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും പുറത്തുപോയി രാത്രിയിൽ പ്രാർത്ഥിക്കാൻ അനുവദിക്കണം എന്ന യൂദത്തിൻ്റെ ആവശ്യം, അഭ്യർത്ഥന സ്വീകരിക്കപ്പെടുകയാണ്. പാളയത്തിൽ താമസിച്ച രാത്രികൾ തോറും യൂദത്ത് പ്രാർത്ഥനാനിരതയാവുകയും ബത്തൂലിയ താഴ്വരയിൽ പോയി അരുവിയിൽ കുളിക്കുകയും ചെയ്തു എന്ന് തിരുവചനം പറയുന്നു. എന്തിനാണ് യൂദത്ത് ഇപ്രകാരം ചെയ്യുന്നത്? ഇപ്രകാരം ചെയ്യുന്നത് വഴി യൂദത്തും ദാസിയും രാത്രികാലങ്ങളിൽ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതും ബത്തൂലിയയുടെ താഴ്വര പ്രദേശങ്ങളിലേക്ക് പോകുന്നതും ഒരു സാധാരണ കാര്യമായി പരിഗണിക്കപ്പെട്ടു. ഹോളോഫർണസ് എന്ന സർവ്വസൈന്യാധിപൻ്റെ അനുമതിയോടുകൂടെ തന്നെയാണ് രാത്രികാലങ്ങളിൽ യൂദത്തും ദാസിയും ഇപ്രകാരം താഴ്വാരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതെന്നും അവർ പ്രാർത്ഥിക്കാനായിട്ടാണ് പോകുന്നതെന്നും അതിനുശേഷം അവളുടെ ദേഹശുദ്ധി അവിടുത്തെ അരുവിയിൽ കുളിച്ചുകൊണ്ട് വരുത്തുന്നു എന്നതും ഒരു പതിവായി തീരുകയാണ്. ഇത് ഒരു പതിവായി തീരുന്നതിനാൽ സംശയത്തിന് ഇട നൽകാതെ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളപ്പോൾ കൂടാരത്തിൽ നിന്ന് പുറത്ത് കടന്ന് രക്ഷപ്പെടാൻ യൂദത്തിനും ദാസിക്കുമുള്ള ഒരു വഴിയാണ് ഒരുങ്ങുന്നത്. കാരണം അവർ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ആരും അവരെ സംശയിക്കുകയില്ല. അപ്പോൾ ഇവർക്ക് പുറത്ത് കടക്കണം എന്ന് തോന്നുമ്പോൾ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന വ്യാജേന പതിവായി പോകുന്നത് പോലെ പുറത്ത് കടക്കാനുള്ള ഒരു വഴിയാണ് ഒരുക്കുന്നത്. രാത്രികാലത്ത് 3 രാത്രികളിൽ യൂദത്ത് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യൂദത്ത് നടത്തുന്നത് പോലെ രാത്രിയിൽ പ്രാർത്ഥന നടത്തുന്ന രീതിയോ അപ്രകാരം രാത്രിയിൽ പ്രാർത്ഥന നടത്തണം എന്ന അനുശാസനമോ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല. വ്യക്തിപരമായ ആളുകൾ രാത്രി സമയത്ത് പ്രാർത്ഥന നിരതരാകുന്നുണ്ട്. പക്ഷേ നിർബന്ധമായും ഒരു യഹൂദമത വിശ്വാസി രാത്രിയിൽ പ്രാർത്ഥിച്ചിരിക്കണം എന്ന ഒരു അനുശാസനം നമ്മളെവിടെയും കാണുന്നില്ല. അതിനു പകരം പഴയ നിയമത്തിൽ പ്രധാനമായിട്ടും ഒരു ദിവസം 3 പ്രാവശ്യം പകൽ സമയം പ്രാർത്ഥിക്കുന്ന രീതിയാണുള്ളത്. അതിനുള്ള അനുശാസനമാണുള്ളത്. ചില തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സങ്കീർത്തകൻ 55:17 ഇപ്രകാരം പറയുന്നു, സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും
ഞാൻ ആവലാതിപ്പെട്ട് കരയും. അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കുമെന്ന്. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലുമാണ് പ്രാർത്ഥനാ നിരതനാവുന്നത്. ഒരു ദിവസത്തിൻ്റെ പകലിൻ്റെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന രീതി അവിടെ ഏറ്റുപറയുകയാണ്. ബാബിലോൺ പ്രവാസകാലത്തും ഇത് ഇപ്രകാരം തന്നെയായിരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, രേഖയിൽ മുദ്ര വച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. അതായത് ദിവസത്തിൻ്റെ പകൽ സമയം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന രീതിയാണ് യഹൂദർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ യൂദിത്ത് ഇവിടെ രാത്രികാലത്തും കൂടി പ്രാർത്ഥനാ നിരതയാവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൾക്ക് പുറത്തു കടക്കാനുള്ള ഒരു മാർഗമായി കൂടി ആ പ്രാർത്ഥനയുടെ സമയം മാറുന്നു. 4-ാം ദിനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ വായിക്കേണ്ടത്. വിരുന്നിന് ക്ഷണം ലഭിക്കുന്ന 4-ാം ദിനം, ആ ദിനവും അതുമായി ബന്ധപ്പെട്ട സംഭവബഹുലമായ കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദമായിട്ട് പരിശോധിക്കാം.